സ്വർഗത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കണം. സ്വർഗത്തിലെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിലൊന്നാണ് സ്വർഗത്തിലെ വീടുകൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ, ഒരു മനുഷ്യൻ ഓതിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ ചെറിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ 10 മറ 10 പ്രാവശ്യം ഓതിയാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് ബനല്ലാഹു തആല ലഹു ഖസ്റുൻ ഫിൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ അവനിക്ക് ഒരു കൊട്ടാരം പണിതു വെക്കുമെന്നാണ്. സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കഴിഞ്ഞു. പക്ഷേ നമുക്ക് ദുനിയാവിൽ വെച്ച് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നോ അത്രമാത്രം നമുക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത്. അതിൽപ്പെട്ടതാണ് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, സ്വർഗത്തിലെ ഒരുപാട് വീടുകൾ. അപ്പോൾ ഇവിടെ നബി തങ്ങൾ പറഞ്ഞത് 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് അല്ലാഹു തആല ഒരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ കൊട്ടാരങ്ങളൊന്നും ഒരു കൊട്ടാരങ്ങളല്ല, സ്വർഗത്തിലെ കൊട്ടാരമാണ് യഥാർത്ഥ കൊട്ടാരം. അത് നമുക്ക് വർണ്ണിക്കാനും കഴിയില്ല, അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനും കഴിയില്ല. ഇവിടെ 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു മനുഷ്യൻ ഓതിയാൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ ഞാൻ 20 പ്രാവശ്യം ഓതിയാലോ? നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ 2 കൊട്ടാരമുണ്ട്. 30 ആണെങ്കിലോ അത് 3 കൊട്ടാരം. ഇങ്ങനെ ഓരോ 10 വർദ്ധിക്കും തോറും സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 6 സെക്കൻഡ് മതി ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാൻ. 6 സെക്കൻഡ് മതി. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്രമാത്രം നമുക്ക് ഓതുവാൻ സാധിക്കും? ഇങ്ങനെ ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും വർഷത്തിലൊക്കെ എത്രമാത്രം ഖുൽ ഹുവല്ലാഹു അഹദ് നമുക്ക് ഓതുവാൻ സാധിക്കുമോ അത്രമാത്രം ഓതുക. ഒരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞു മറ്റു സ്വഹാബിമാർ, നബിയെ ഇന്നാലിന്ന സ്വഹാബി, ആ മൂപ്പര് എപ്പോൾ ഇമാമത്ത് നിന്നാലും എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ആ ചെറിയ സൂറത്താണ് നബിയെ ഓതുന്നത്, ഞങ്ങൾക്കത് കേട്ട് മടുത്തു, വേറെ ഒരു സൂറത്തും ഓതുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ നീ എപ്പോഴും ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് മാത്രം ഓതുന്നു? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, നബിയെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് ആ സൂറത്തിനോട്, എനിക്ക് എപ്പോഴും എൻ്റെ വായിൽ എപ്പോഴും വരുന്നത് ആ സൂറത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, എന്നാൽ ആ സൂറത്തിനെ നീ മുറുകെ പിടിച്ചോ, കാരണം ആ സൂറത്ത് നിന്നെ സ്വർഗത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹുവിനെ പറ്റി മാത്രം സംസാരിക്കുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. അതുകൊണ്ട് ഈ സൂറത്ത് ഒരുപാട് വട്ടം ഓതുക. ഞാനൊന്ന് ഓതാം, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പല ആളുകളും ആ സൂറത്ത് ഓതുമ്പോൾ പല തെറ്റുകളും വരുത്താറുണ്ട്. തെറ്റുകളൊന്നുമില്ലാതെ നമുക്ക് സുന്ദരമായിട്ട് ആ സൂറത്ത് ഓതാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇവിടെ പല ആളുകളും ആദ്യം തന്നെ തെറ്റുവരുത്തും. എന്താ? പല ആളുകളും ഓതുമ്പോൾ അറിവില്ലാത്തത് കൊണ്ടാവാം. കുൽ ഫു അല്ലാ, അവിടെ കുൽ ഹു അല്ലാ ഹാഇന് പകരം ഫാ ഉച്ചരിക്കുന്നതായി കാണാം. കുൽ ഫു അല്ലാ എന്ന് പറയും, അത് തെറ്റാണ്. അങ്ങനെയല്ല, കുൽ ഹു അല്ലാഹു അഹദ്. അവിടെ കുൽ എന്ന് പറയുമ്പോൾ ഖാഫ് ഉണ്ട്, കാഫ് ഉണ്ട്. കുൽ ഹുവ, ആ ഖാഫ് അതായത് ഫാ പോലെ എഴുതുന്ന